കൂട്ടുകാരെ, ഇത് കഴിഞ്ഞ വർഷത്തെ SSLC ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ബസന്ത് മേരെ ഗാവ് എന്ന പാഠത്തിൽ നിന്നാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൂൾ ദേയ് കാ ത്യോഹാർ കിസ് രാജ്യ മേ മനായ ജാത്താ ഹേ? ഫൂൾ ദേയ് എന്ന ഉത്സവം ഏത് രാജ്യത്താണ് ആഘോഷിക്കുന്നത്? അത് ഈ പാസേജിൽ തന്നെയുണ്ട്, ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, കണ്ടോ? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻസിൽ എന്താണ് വരുന്നത്? ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ഡി, ഉത്തരാഖണ്ഡ്. അടുത്തത് ഒരു വാക്യ പിരമിഡാണ്. വാക്യ പിരമിഡിലെ ബച്ചെ ബനാത്തേ ഹേ, കുട്ടികൾ ഉണ്ടാക്കുന്നു. ബച്ചെ ബോജ് ബനാത്തേ ഹേ, കുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇനി ഇവിടെ ബ്രാക്കറ്റിലെ സാമൂഹിക എന്നും ഉത്സവമേം എന്നുണ്ട്. സാമൂഹികം എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ട്, അതായത് പൊതുവായിട്ട്. പിന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സവത്തിൽ. അപ്പോൾ ഇത് രണ്ടും ഓരോന്ന് യൂസ് ചെയ്തിട്ട് ആ ഒരു പിരമിഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നോക്കൂ, മൂന്നാമത്തെ കോളം ബച്ചെ സാമൂഹിക ബോജ് ബനാത്തേ ഹേ, കുട്ടികൾ സമൂഹ സദ്യ ഉണ്ടാക്കുന്നു. അടുത്തത് ബച്ചെ സാമൂഹിക ബോജ് ഉത്സവമേ ബനാത്തേ ഹേ, കുട്ടികൾ സമൂഹ സദ്യ ഉത്സവത്തിൽ ഉണ്ടാക്കുന്നു. അടുത്തത് ഉത്തരാഖണ്ഡ് पर्यटन विभाग के नेतृत्व में 14 मार्च 2024 को फूल देय का त्योहार मनाने वाले हैं, इसके लिए പോസ്റ്റർ തയ്യാർ കരേ. ഉത്തരാഖണ്ഡ് ടൂറിസ്റ്റ് വിഭാഗക്കാര് 14 മാർച്ച് 2024 ഒരു ഫൂൾ ദേയ് ആഘോഷം നടത്താൻ പോവാണ്. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു നോട്ടീസാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. പോസ്റ്ററിന് ഹെഡിങ് കൊടുക്കുക: ഫൂൾ ദേയ് ത്യോഹാർ, സ്ഥാൻ ഉത്തരാഖണ്ഡ്, താരീഖ് 14 മാർച്ച് 2024, समय 10 बजे, आयोजन उत्तराखंड पर्यटन विभाग, कार्यक्रम सामूहिक भोजे, ചൈത്യ ഗീത്, ഫൂലോം കാ സജാവട്ട്, ഏറ്റവും അവസാനം സബ്കാ സ്വാഗത്. അപ്പോൾ ഇങ്ങനെയാണ് ആ പോസ്റ്റർ എഴുതേണ്ടത്. പിന്നെ സൈഡിലായിട്ട് ചിത്രങ്ങളും വരയ്ക്കാം. അല്ലെങ്കിൽ അഥവാ എന്ന് പറഞ്ഞിട്ട് ഫൂൾ ദേയ്ക്ക് ത്യോഹാർ പർ ടിപ്പണി ലിഖേ, നമ്മുടെ ഫൂൾ ദേയ് ഉത്സവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. അതിൽ കുറച്ച് 4 ഹിൻസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ആ ടിപ്പണി എഴുതുക. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. അടുത്തത് അഗാൽ ഔർ ഉസ്കെ ബാദിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അഗാൽ ഔർ ഉസ്കെ ബാദ് കിസ്കി രചന ഹേ, ആരുടെ രചനയാണെന്നാണ് ആൻസർ നാഗാർജുൻ. അടുത്തത് ചമക് ഉടി ഗർഭർ കി ആംഗേം ക്യോം, അവിടെ എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങിക്കും, എന്തുകൊണ്ട്? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ ഇത് തന്നെ ഉണ്ട്. ദാനെ ആയെ ഘർക്കെ അന്തർ കയീ ദിനോം കെ ബാദ്, ധാന്യം വന്നു വീടിനകത്തേക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം. തോ ചമക്കുടി ഗർഭർക്കി ആംഗേ, ഇത് രണ്ടും ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത് 2 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി. അടുത്തത് കവി ഓർ കവിതാക്ക പരിചയ ദേത്തെ ഹുയെ കവിതാംശിക ആശയിലേക്ക്, ടിപ്പണി എഴുതാനാണ്, ആശയം എഴുതാനാണ്. അപ്പോൾ ഈ ഒരു ടിപ്പണിയാണ് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് സെക്കൻഡ് ടൈമിന് വരുന്നത്, അഗാൽ ഔർ ഉസ്കെ ബാദിൻ്റെ ടിപ്പണി. അപ്പോൾ കൂട്ടുകാർ അതെന്തായാലും പഠിക്കൂ കേട്ടോ. അടുത്തത് വിശേഷൻ ശബ്ദ്, ഠാക്കൂർ കാ കുവയിലെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. വിശേഷൻ ശബ്ദ് ചുൻകർ ലിഖേ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഡിസ്ക്രൈബിങ് വേർഡ്? ആൻസർ ഖരാബ് കേട്ടോ. അത് പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, അതൊരു എന്താണ്, നൗണാണ്, അതൊരു ഡിസ്ക്രൈബിങ് വേർഡ് അല്ല. പിന്നെ ബീമാരി രോഗമാണ്. ഖരാബ് എന്ന് പറഞ്ഞാൽ ചീത്ത, ജാൻവർ എന്നും പറഞ്ഞാൽ മൃഗം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഖരാബ്. ഗംഗീനെ ജോക്കുക്കോ പാനി നാ ദിയാ ക്യോം, ഗംഗി ജോക്കുവിന് വെള്ളം കൊടുത്തില്ല, എന്തുകൊണ്ട്? ആൻസർ ഇതാ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗംഗീനെ പാനി നാ ദിയാ, ഖരാബ് പാനി സെ ബീമാരി ബഡ് ജായേഗി, ഇത്തന ജാൻതി ദി. ഈ ഒരു എഴുതിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, കഹാനിക്ക് ഈസ് പ്രസംഗ് പർ പട്കഥ ഏക് ദൃശ്യ ലിഖേ. പട്കഥ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് മുന്നേ ബീർബഹൂട്ടിയിലാണ് നിങ്ങൾ എഴുതിയിരുന്നത്. പക്ഷേ സെക്കൻഡ് ടൈം ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്നോ അല്ലെങ്കിൽ ദിശാഹീൻ ദിശയിൽ നിന്നോ അല്ലെങ്കിൽ ബസന്ത് മേര ഗാവിൽ നിന്നോ നമുക്ക് പട്കഥ പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സബ്സെ ബഡാ ഷോമാൻ, ചാർലിനെ കിസ് ഗാനെ സെ ഷോ ശുരു കിയ, ചാർലി ഏത് പാട്ടാണ് ഷോ തുടങ്ങുമ്പോൾ പാടിയത്? ആൻസർ ജാക്ക് ജോൺസ്. അടുത്തത്, ചാർലിക്കോ കോൻ മഞ്ച് പർ ലേ ഗയ, ആരാണ് ചാർലിയെ സ്റ്റേജിൽ കൊണ്ടുവന്നത്? ആൻസർ മാനേജർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ചാർലിക്ക് ഉസ് ദിൻ കി ഡയറി, ചാർലിയുടെ ആ ദിവസം, ആ ഡയറിയാണ്. നമ്മൾ അമ്മയുടെ ഡയറിയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക, പക്ഷെ ഇവിടെ വന്നത് ചാർലിയുടെ ഡയറിയാണ്. അടുത്തത്, ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ और മാം ആഖിരി ബാർ, ഈ ഒരു സംഭവത്തെ റപ്പട്ട് തയ്യാർ കരേ, റിപ്പോർട്ട്, ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ്. ഒരു 4 ഹിൻസ് തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് എഴുതുക. അടുത്തത്, അയാം കലാം കെ ബഹാനെ എന്ന പാഠത്തിൽ നിന്നാണ്. സഹി വികൽപ്പ് ചുൻകർ ലിഖേ, വഹ് പ്ലസ് കി ഉസ്കി, അതാണ് ശരി.
അടുത്തത് സ്കൂൾ മേ ഭാഷൺ പ്രതിയോഗിത ഹോനെ വാലി ഹെ. സ്കൂളിൽ സ്പീച്ച് കോമ്പറ്റീഷൻ നടന്നു. റൺ വിജയ് പരേശാൻ ഹെ. റൺ വിജയ് വളരെ വിഷമത്തിലാണ്. ഇസ് പ്രസംഗ് മേ കലാം ഔർ റൺ വിജയ് കെ ബീച്ച് കി ബാത്ചീത്. കോൺവെർസേഷനാണ്. കലാമും റൺ വിജയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അഥവാ അല്ലെങ്കിൽ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ട്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ്സിന് ഉത്തരം നോക്കിക്കോളൂ. ബാട്ടീസ ചായ് കി ദുക്കാൻ ചലാത്ത ഹെ. ലൂസി മാഡം കലാം കോ വാദ ദേത്തി ഹെ. കലാം സ്കൂൾ ജാനാ ചാഹത്ത ഹെ. റൺ വിജയ് ഗുഡ് സവാരി സിക്കാത്ത ഹെ. അടുത്ത ക്വസ്റ്റ്യൻ ബീർ ബഹൂട്ടി എന്ന പാഠത്തിൽ നിന്നാണ്. സുരേന്ദർജി മാസ്റ്റാബ് കിസ് പീരീഡ് മേ കോപ്പി ജാഞ്ചത്തെ ഹെ. സുരേന്ദ്രൻ മാഷ് ഏത് പീരീഡാണ് കോപ്പി ചെക്ക് ചെയ്യുന്നത്? ആൻസർ ഗണിത് കെ പീരീഡ്. അടുത്തത് ബച്ചെ സുരേന്ദ്രജി മാസ്റ്റാബ് സെ ക്യോം ഡർത്തെ ഹെ. എന്തുകൊണ്ടാണ് കുട്ടികൾ സുരേന്ദ്രൻ സാറിനെ പേടിക്കുന്നത്? അപ്പോൾ ഇവിടെ സെക്കൻഡ് സെൻറ്റൻസ് ആണ്. ജറാസി ഗലത്തി പർ ബച്ചോം കോ വഹ് ഇധർ ഉധർ ഫേങ്ക് ദേത്തെ ദേ യാ ജാപ്പട്ട് മാർനെ ലഗ്ത്തെ ഹെ. इसलिए സുരേന്ദ്ര ജി കോ ബച്ചെ ഡർത്തെ ഹെ. അടുത്ത ക്വസ്റ്റ്യൻ സബ്സെ ബഡാ ഷോമേൻ തന്നെയാണ്. ഒരു ഗ്രാമറാണ്. മാം ഖാത്തി ഹെ ഉള്ളത് ലഗ് ചേർത്തപ്പോൾ മാം ഗാനെ ലഗി എന്നായി. ചാർലി ഗാത്താഹെ എന്നത് ലഗ് ചേർക്കുമ്പോൾ ചാർലി ഗാനെ ലഗ എന്നായി കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ. 4 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഗാനയ്ക്ക് ബീച്ച് മാം കി ആവാസ് ഫട്ട് ഗയി. പാടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ സൗണ്ട് ഇടറി. ശരിയാണ്. ചാർലി കാ ഷോ ദർശകം കെ ലിയെ അപ്രിയ രഹ. ചാർലിയുടെ പ്രദർശനം ആളുകൾക്ക് ഇഷ്ടമായില്ല. അത് റോങ്. ചാർലി കോ മാം അപ്പനെ സാത്ത് തിയേറ്ററിലെ ജായ കർത്തിയത്. ചാർലിനെ അമ്മ തിയേറ്ററിലേക്ക് എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ശരിയാണ്. ചാർലിനെ അപ്പനി മാം കി ആവാസ് കി നഖൽ ഉദാരി. ചാർലി അമ്മയുടെ സൗണ്ട് അവിടെ ഇമിറ്റേറ്റ് ചെയ്തു. അതും ശരിയാണ്. അന്നുമേ മാമിനെ ജാക്ക് ജോൺസ് കാ ഗീത് പേശാക്കി. അവസാനം അമ്മയാണ് ജാക്ക് ജോൺസ് പാട്ട് പാടാൻ പറഞ്ഞത്. അല്ല. അടുത്തത് പൈസെ ബട്ടോറിനെ കേലിയെ ചാർലിനെ ഗാന രോക്ക് ദിയ. പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി ചാർലി പാട്ട് നിർത്തി. കൂട്ടുകാരെ, ഈ ഒരു സഹി പ്രസ്താവിൽ ആദ്യത്തെ 4 മൂന്നെണ്ണം ശരിയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക? ആദ്യത്തെ 4 എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് ഉറപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസറുമായിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.